मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। വാവ് സാൻഡി, അടിപൊളിയായിരിക്കുന്നു. ഏയ് ഹണി ബണി സോർദാർ, നിങ്ങൾ എന്താ ഇവിടെ? ഹായ്, ഐ ആം സാൻഡി. അത് ശരി, ഞാൻ ആവശ്യമില്ലാതെ പേടിച്ചു പോയി കൊച്ചളിയാ. ഇതൊരു പെൺപൂച്ചയാണ്. ഇതൊരു ആൺപൂച്ചയാണ്. അപ്പൊ പിന്നെ ഇവനെന്തിനാ ഐ ആം ശാന്തി എന്ന് പറഞ്ഞത്? ശാന്തി അല്ല, സാൻഡി. ഈ പേര് കേട്ടാ തോന്നും ഏതോ ഒരു പയ്യൻ അടിച്ചു പൊളിച്ച് ബൈക്കിൽ വരുന്നുണ്ടെന്ന്. ഗിറ്റാറും പ്ലേ ചെയ്ത് ഡാൻസ് കളിക്കുന്നു തോന്നും. സാൻഡി ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാ. കിറ്റി, ഇന്ന് സിനിമ കാണാൻ പോയാലോന്നാ ഞാൻ ആലോചിക്കുന്നേ. അതെപ്പോഴാ ആലോചിച്ചേ? ഇപ്പൊ ആലോചിച്ചു. നിനക്കെന്താ പ്രശ്നമുള്ളേ? പ്രശ്നമുണ്ടല്ലോ, പുതിയ സിനിമകൾ ഒന്നും റിലീസ് ആയിട്ടില്ല. മാത്രമല്ല പുതിയ സിനിമകളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതുമാണ്. നീ ഡോറാണ്, ബോറാണ്, സദ്യക്ക് വിളമ്പുന്ന ചോറാണ്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഹണിയേ അല്ല. അപ്പൊ പിന്നെ ഞാനാരാ? അറിയില്ല. മറ്റൊരാളുടെ കൂടെയാണ് സിനിമ കാണേണ്ടത്. മറ്റൊരാളുടെ കൂടെ. അതെ അതെ, എനിക്കും കാണണം. വളരെ നല്ല സിനിമയാണ്. വീണ്ടും വീണ്ടും കാണാലോ. എന്നാ പിന്നെ പ്ലാൻ ചെയ്യേ. നോ, ഇന്നത്തെ മുഴുവൻ പ്ലാനും സാൻഡി തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വാട്ടർ പാർക്കിൽ പോകും, പിന്നെ ബീച്ചിൽ പോയി ലഞ്ച് കഴിക്കും, പിന്നെ ലോങ് ഡ്രൈവ്, പിന്നെ ഹിൽ റിസോർട്ടിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഹിൽ റിസോർട്ട് വളരെ റൊമാൻറ്റിക് ആയ സ്ഥലമാണ്. സൺസെറ്റ് സമയത്ത് പോയാൽ മതി. മലകൾക്ക് പുറകിൽ അസ്തമിക്കുന്ന സൂര്യനെ കണ്ടാൽ നമുക്ക് തോന്നും ചുവന്ന സാരി ഉടുത്ത ഏതോ ഒരു പെൺകുട്ടി മതിലിന് പുറകിൽ മറയുകയാണെന്ന്. എന്താ ഒരു വർണ്ണന! അടിപൊളി തോട്ട്, നല്ല ഒന്നാന്തര ഫിലോസഫി. താങ്ക് യു. പിന്നെ കൂടാതെ അവിടെ നല്ല പനീരും മെക്സിക്കൻ സോസും കിട്ടും. നല്ല രുചിയായിരിക്കും. എന്നാ പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഫുൾ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തൂടെ? അതിന്റെ ഒരു ആവശ്യമില്ല. സാൻഡി എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. സോറി, ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഈ നാലും എന്റെ അയൽവാസികളാ. ഹണി ബണി പോപ്പട്ട് സോർദാർ. സാൻഡി, ഈ സോർദാർ വളരെ നല്ല കുക്കാണ്. ആഹാ, കൊള്ളാലോ. ഐ ആം ഫുഡി പേഴ്സൺ. ഇപ്പഴല്ലേ പറഞ്ഞത് സാൻഡി ആണെന്ന്, എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഫുഡി ആണെന്ന്. യു ആർ ഫണി. നോ, ഐ ആം ഹണി. സോർദാറെ, ഈ സാൻഡിക്ക് വേണ്ടി നിന്റെ സ്പെഷ്യൽ ഫ്രൂട്ട് കേക്ക് ഒന്ന് തയ്യാറാക്കാമോ പ്ലീസ്? ഞാൻ ഇപ്പോൾ തന്നെ തുടങ്ങാം. രാത്രി ആവുമ്പോ റെഡിയാകും. വാ സാൻഡി, നമുക്ക് പോയി തയ്യാറാകാം. സാൻഡി നിന്റെ വീട്ടിലാണ് താമസിക്കുന്നേ? പിന്നെ എവിടെ താമസിക്കാ? അഥവാ നിങ്ങളുടെ ചീസ് ഏതെങ്കിലും എലി കട്ട് തിന്നാൽ സ്വാഭാവികമായും സങ്കടം ഉണ്ടാവുമല്ലോ. സംശയമുണ്ടോ? നിന്നെ പൊരിച്ചെടുക്കും. നീ സാൻഡിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കുവാണോ? അല്ല അല്ല, നിങ്ങൾക്കും കഴിക്കാവുന്നതാണ്. എന്നാ കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പമില്ല? എന്നാലും ഇവൻ സാൻഡിക്ക് വേണ്ടിയല്ലേ അത് ഉണ്ടാക്കുന്നേ? അതെ സോർദാറെ, നീ ഞങ്ങളുടെ ശത്രുവിന് വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിറയെ പഴങ്ങളുള്ള മരത്തിലെ പുഴുവിനെ പോലെയാണ്. ഇതെല്ലാ സന്തോഷത്തെയും കാർന്നു തിന്നുന്ന ഒരു ഒന്നൊന്നര പുഴുവാണ്. അതേതാ സന്തോഷം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ഒരുപാട് നഷ്ടം ഉണ്ടായി കാണുമല്ലോ. നീ സ്വന്തം നഷ്ടത്തെ കുറിച്ച് ഓർക്ക്. ആലോചിക്ക്, നീ വാട്ടർ പാർക്കിലേക്ക് പോവാണ്. അവരുടെ സൈഡിലും പിന്നെ പൂവിലേക്കും പോ. അവനവളെ പൊക്കിയെടുത്തല്ലോ. പിന്നെ ഒരുമിച്ച് ലഞ്ച്, അതിനു മുമ്പ് വാട്ടർ സ്പോർട്ട്. അയ്യോ, വീണ്ടും ദേവളവരെ പൊക്കിയെടുത്ത്. വല്ലോ മനസ്സിലായോ? അവര് ലഞ്ച് മാത്രം കഴിച്ചില്ല. അവരെന്താ ചെയ്യുന്നത് നോക്ക്. അതിനുശേഷം ലോങ് ഡ്രൈവ്. ഈ മരത്തിലെ സാൻഡി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അതേന്നെ, ഇവൻ ഈ പൊക്കിയെടുക്കുന്നത് സ്ഥിരം പരിപാടിയാക്കിയിരിക്കുക.
എടാ അവൻ കിറ്റിയെ എടുത്ത് പൊക്കുന്നേ. അതൊക്കെ ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. സാധനങ്ങൾ വെറുതെ പൊട്ടിക്കരുത്. എന്നാ നിന്റെ സാധനങ്ങൾ ഇനി ഓവനിൽ പോയി ഇരിക്ക്. കേക്ക് ആയിക്കോളും. കുറച്ച് പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോയും ചേർത്ത് ഓവനിൽ വെച്ചാ മതി. സാൻഡിക്ക് മിക്സ് ഫ്രൂട്ട് കേക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. സംശയമുണ്ടോ? സാൻഡിക്ക് റോസ്റ്റഡ് പോപ്കോൺ ഇഷ്ടപ്പെടും. എന്തായാലും സാൻഡിക്ക് ഇന്നത്തെ ഡിന്നർ നിന്ന് കൊടുക്കാം. വേണ്ട, അവൻ മിക്കവാറും ഡിന്നർ കഴിച്ചിട്ടേ വരത്തുള്ളൂ. അതും ഹിൽ റിസോർട്ടിൽ. ഐഡിയ ഒക്കെ കൊടുത്തത് യുവമാരായിരുന്നില്ലേ? നീ എന്തായി പറഞ്ഞു കൊടുത്തത്? ചുമന്ന സാരി ഉടുത്ത പെൺകുട്ടി മതിലിന്റെ പുറകിന്ന് വരുമെന്നോ? എടാ മതിലിന്റെ പുറകിലേക്ക് മറിഞ്ഞു പോകുന്ന പോലെയെന്ന്. ഓ ഈ പിശാച് എന്നെ തെറ്റിക്കുമല്ലോ. ഇനിയിപ്പൊ നീ കണ്ടോ, നിന്റെ പല കാര്യങ്ങളും ഇനി തെറ്റും. അവന് വിട്. ആദ്യം നിങ്ങളെ നോക്ക്, എന്നിട്ട് മോണ്ടിയെ നോക്ക്. ആരായിരുന്നു നിങ്ങളെ വിട്ടിട്ട് മോണ്ടിയോടൊപ്പം കൂട്ടുകൂടാനേ ആഗ്രഹിക്കുള്ളൂ. ഇനി ഞങ്ങളുടെ കൂട്ടുകാരിയാണ്, ഞങ്ങളുടെ മാത്രം കൂട്ടുകാരിയാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പറ്റും നോക്കിക്കോ. അല്ല ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവർ എന്നേക്കുമായിട്ട് കിറ്റിയുമായിട്ടുള്ള കൂട്ട് നിർത്തുമെന്നാ തോന്നുന്നത്. കമോൺ സോർദാറേ, പോയി നോക്കാം. ഏയ് എന്താ ഇത്? നിങ്ങൾ പടാന്റെ മക്കളുടെ ദേഹത്തേക്കാണോ വീണത്? അയ്യോ, പടാന്റെ മക്കളുടെ ദേഹത്തേക്കല്ല, നമ്മുടെ ദേഹത്തേക്കാ വീണത്. ഏയ് സാദിഖ്, നമ്മൾ തന്നെയാണ് പടാന്റെ മക്കൾ. സോറി സർ, സോറി. ഓഹോ, സോറി പറയുന്ന കണ്ടില്ലേ? ഇയാൾ ജെന്റിൽമാൻ ആണ്. പടാന്റെ മക്കൾക്ക് സന്തോഷമായി. വരൂ ജെന്റിൽമാൻ, ഞങ്ങളുടെ കൂടെ ലഞ്ച് കഴിക്കൂ. ലഞ്ച്. താങ്ക് യു ഷേഖ് സാർ. പക്ഷെ നമുക്ക് ലഞ്ചിന് വേറൊരു പ്ലാൻ ഉണ്ട്. ഇവന്മാര് ജീവിതകാലം മുഴുവൻ സാൻഡിയെയും കിറ്റിയെയും അകറ്റാനുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുക. സംശയമുണ്ടോ? എടാ ഇനി നിങ്ങൾ എവിടെയൊക്കെ പോയി നടക്ക് നിൽക്കും? എല്ലാ സ്ഥലത്തും. ഞങ്ങളാ സാൻഡിയുടെ എല്ലാ പ്ലാനുകളും നശിപ്പിച്ചിരിക്കും. നോക്കിക്കോ. വരൂ വരൂ, യു ആർ വെൽക്കം. ഞങ്ങൾക്ക് വേണ്ടത് ആ വാട്ടർ സ്കേറ്റിംഗ് ബോർഡാണ്. അതിനെന്താ തരാല്ലോ. എന്നാ പിടിച്ചോ. ഞങ്ങൾക്ക് ഒരെണ്ണം മതി. എന്നാ പോകാം. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അയ്യോ കിറ്റി. സാൻഡി, നമുക്ക് ലഞ്ച് കഴിച്ചാലോ? ഇവിടുത്തെ ഫിഷ് വളരെ ഫേമസ് ആണ്. സീ ഫുഡ് എനിക്ക് ഭയങ്കര അലർജിയാ. ഓ, ഇവിടെ സീ ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ. ഏയ് വാട്ട് മാൻ, എന്നാ പിന്നെ വീട്ടിൽ പോയി കഴിച്ചൂടെ? വേണ്ട, ഞങ്ങൾ ലോങ് ഡ്രൈവിന് പോവുകയാണ്. പോകുന്ന വഴിക്ക് കഴിക്കാലോ. നിനക്ക് എന്താണ് രണ്ടുപേർക്കും വട്ട് പിടിച്ചോ? നിങ്ങൾ ജീവിതകാലം മുഴുവനും അവന്റെ പുറകെ തന്നെ ഇങ്ങനെ നടന്നോണ്ടിരിക്കാൻ പോവുകയാണോ? ലോങ് ഡ്രൈവിന് പോവാം. ചില യാത്രകളുടെ ദൂരം നിർവചിക്കാനാവില്ല, കാരണം അതിന് ലക്ഷ്യമേ ഉണ്ടാവില്ല. സംശയമുണ്ടോ? ഞാനും വേണ്ട, കൂടെ വന്നാ മതി. വേഗം വാ. എന്തു പറ്റി? പെട്രോൾ തീർന്നെന്ന് തോന്നുന്നു. ഹണി, നിന്നോട് ഫുൾ ടാങ്ക് അടിക്കാനല്ലേ പറഞ്ഞേ? ഞാൻ സ്കൂട്ടറിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടാ വന്നത്. എടാ കഴുതേ, കാറാണ് നിന്നോട് ഫുൾ ടാങ്ക് ചെയ്യാൻ പറഞ്ഞത്. കഴുത നീ തന്നെയാ. വാടകയ്ക്ക് എടുത്ത വണ്ടിക്ക് ആരാ ഫുൾ ടാങ്ക് അടിക്കുന്നത്? ദിവസവും നമ്മൾ ഓടിക്കുന്നത് വീട്ടിലെ സ്കൂട്ടർ അല്ലേ? വേഗം വാ, അവരിതാ തുടങ്ങി. ഏയ്, തനിക്കെന്താ കണ്ണു കണ്ടൂടെ? ഏയ്, ആരെയാടാ കണ്ണു കാണാത്തവനെന്ന് വിളിച്ചത്? തന്നെ തന്നെയാ ഞാൻ വിളിച്ചത്. എന്താ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ഏയ്, ഞങ്ങൾക്ക് നന്നായി വണ്ടി ഓടിക്കാനും അറിയാം, കൈ ഓടിക്കാനും അറിയാം. മനസ്സിലായോ നിനക്ക്? എടാ ഒരു അവസരോട് വേഗം വാ.
നിക്കടി അവിടെ. വിടടാ അവരെ. വണ്ടി എടുക്ക. ഓ സോറി. താങ്ക് യു ബഡി. നിങ്ങൾ അപരിചിതരായിട്ട് കൂടി ഞങ്ങളെ സഹായിച്ചു. അയ്യോ അതിന് ഞങ്ങൾ അപരിചിതരൊന്നും അല്ല. ഒരു മിനിറ്റ്. നിങ്ങൾ നാലുപേരും ഇവിടെ എന്താ ചെയ്യുന്നേ? ബണ്ണിയെ കൊണ്ടുവന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ബണ്ണി തന്നെ പറയും. പിന്നെ ഞാനോ? ബണ്ണി എന്താ ഇതൊക്കെ? പിന്നെ നീ എന്തിനാ ഹിപ്പി ആയത്? നല്ല ചോദ്യമാണ്. ഒരാളെന്തിനാ ഹിപ്പി ആവുന്നേ? സ്വന്തം ഐഡന്റിറ്റി ഒളിച്ചു വെക്കാൻ വേണ്ടി. അല്ല, അത് പിന്നെ ഞങ്ങളൊരു പാർട്ടിക്ക് വേണ്ടി പോവായിരുന്നു. എന്താ പറഞ്ഞത്? പാർട്ടിയോ? ആ എന്നാ ഞങ്ങളും വരാം. അതിനെന്താ ഞങ്ങളുടെ കൂടെ വന്നോളൂ. വേണ്ട, എങ്ങോട്ട് വരാൻ? പാർട്ടി ഇപ്പൊ ക്യാൻസൽ ആയില്ലേ? എനിക്കിപ്പോ ഫോൺ വന്നേ ഉള്ളൂ. ഓ എന്നാ നിങ്ങൾ ഞങ്ങളെ കൂടെ ഡിന്നർ കഴിക്കാൻ ഹിൽ റിസോർട്ടിലേക്ക് വരൂ. അയ്യോ വേണ്ട, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. ഈ പാർട്ടി എന്റെ വകയാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എന്റെ അനിയത്തിയുടെ കൂട്ടുകാരല്ലേ? സാൻഡി എന്റെ കസിൻ ആണ്. ഇതിലിത്ര ചിരിക്കാനായിട്ട് എന്താ ഉള്ളത്? ചിലരുടെ ആഗ്രഹങ്ങൾ തകരാതെ രക്ഷപ്പെടുന്ന ആ നിമിഷത്തിൽ സന്തോഷം കൊണ്ട് ആരായാലും ഒന്ന് ചിരിച്ചു പോവില്ലേ? സംശയമുണ്ടോ? എന്താഗ്രഹങ്ങൾ? അല്ല അത് പിന്നെ നല്ല ചൂട് പനീരും സോസും അത് കഴിക്കാനുള്ള ആഗ്രഹം. അതെ അത് തന്നെ. ഇവിടെ നിന്നാൽ മതിയോ? നന്നായിട്ട് വിശക്കുന്നുണ്ട്. വാ പോയി കഴിക്കാം. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.